Assalamualaikum. എൻ്റെ പേര് തസ്ലിം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ടർക്കിഷ് കബാബാണ്. ഇതിൻ്റെ പേര് ഷിഷ് തവുക്ക് എന്നാണ് പറയുന്നത്. ഷിഷ് തവുക്ക് കബാബ് എന്ന് പറയാം. ഇത് വളരെ ടേസ്റ്റി ആയത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കബാബാണ്. ഷിഷ് തവുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര്, കട്ടിത്തൈര്, പിന്നെ ഒരു 4-5 ചെറിയ അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണെങ്കിൽ 2 അല്ലി മതിയാവും. പിന്നെ നമുക്ക് വേണ്ട തൈമാണ്. നാട്ടിൽ തൈമ് വാങ്ങാൻ കിട്ടും, ഇവിടെ ആണെങ്കിൽ കെക്കിക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ടൊമാറ്റോ സൽസ എന്ന് പറയും, നാട്ടിൽ ടൊമാറ്റോ പേസ്റ്റ് എടുത്താൽ മതി ഇതിന് പകരം. പിന്നെ ഇത് പുൽബിബാറാണ്. പുൽബിബാർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക. പിന്നെ ഇത് ക്യൂമിൻ പൗഡറാണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ മഞ്ഞപ്പൊടിയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ആണ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സവാള. കോഴിയുടെ 2 കാലാണ് എടുത്തത്. ഈ ഷിഷ് തവുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയുടെ കാലാണ് ഏറ്റവും ടേസ്റ്റി. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ 2 ചിക്കൻ്റെ വിങ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഈ ചിക്കൻ വിങ്സ് നമുക്ക് ഷിഷ് തവുക്കിൽ ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ ചിക്കൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ചിക്കൻ്റെ ബോണ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ല് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഈ നടുക്കുന്ന് 2ആയിട്ട് മുറിക്കുക. പിന്നെ അതിന് ശേഷം ഇതിനെ ഒരു 3 പീസാക്കുക. ഈ ഷിഷ് തവുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പീസുകൾ ചെറിയ ചെറിയ പീസായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നിങ്ങൾ ഗ്രില്ല് ചെയ്യുന്നതാണെങ്കിൽ മാത്രം വലിയ പീസ് ഉപയോഗിക്കുക. ഓവനിലൊക്കെയാണ് ചെറിയ പീസാണ് നല്ലത്. ഈ ഒരു തരത്തിലുള്ള പീസ്. ഞാനിവിടെ ഇലക്ട്രിക് ഗ്രില്ലാണ് ഉപയോഗിക്കുന്നത്, അത് കാരണമാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷിഷ് തവുക്കിനുള്ള നമുക്ക് മസാല ഉണ്ടാക്കാം, അതായത് അതിൻ്റെ സോസ്. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ യോഗർട്ടാണ്, അതായത് തൈര്. പിന്നെ ഗാർലിക്ക് ഇതുപോലൊരു പ്രസ്സിനകത്തിട്ട് പ്രസ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രസ് ചെയ്താലും മതി. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, ജീരകപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ പുൽബിബാർ, 1 ടീസ്പൂൺ തൈം, പിന്നെ 2 ടീസ്പൂൺ നമ്മളെ ടൊമാറ്റോ സോസ്. പിന്നെ ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഉപ്പ് മതിയാവും. പിന്നെ അതുപോലെ തന്നെ സൈത്തിന്യ എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ, ഇത് ഒറിജിനൽ ഒലിവ് ഓയിലാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വേണം. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ടർക്കിഷ് ഫുഡ് ഐറ്റംസിനകത്ത് സ്പൈസസ്, അതായത് സ്പൈസിൻ്റെ ടേസ്റ്റ് കുറവായിരിക്കും. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇറച്ചികൾക്ക്. ഇനി ഇതിലായിട്ട് നമുക്ക് നമ്മളുടെ ഇറച്ചി ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ അതിനകത്ത് ഞാൻ ചേർക്കാൻ മറന്നുപോയൊരു സാധനമുണ്ട്, അത് ബ്ലാക്ക് പെപ്പറാണ്. ഒരു ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ മതിയാവും.
ഈ ബ്ലാക്ക് പെപ്പറും ഉപ്പും എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കാൻ. എനിക്ക് കുറച്ച് എരി അധികം താല്പര്യമുള്ള വ്യക്തിയാണ്, അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചധികം ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നു. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജ് വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റും ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മളിത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കനൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു കമ്പിയിൽ കുരുക്കുക. ഇതിനെ ടർക്കിയിൽ ഷിഷ് എന്നാണ് പറയുന്നത്. അത് കാരണമാണ് ഷിഷ് തവൂക്ക് എന്ന് പറഞ്ഞ കോഴി, അതായത് ഷിഷ് തവൂക്ക് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഒരു കഷ്ണം ക്യാപ്സിക്കം എടുക്കുക. ക്യാപ്സിക്കമാണ് അതിൻ്റെ ബേസിൽ കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു ചെറിയ പീസ് ഉള്ളി, പിന്നെ അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്. നമ്മൾ 24 hours മാരിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി നല്ലതുപോലെ സോഫ്റ്റ് ആവും. ഇടയ്ക്ക് വീണ്ടും ഒരു ചെറിയ ഉള്ളിയുടെ പീസ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ഉള്ളി വെച്ചിട്ട് പിന്നെ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന തക്കാളി ഒരു കഷ്ണം വയ്ക്കുക. ഇപ്പം ഒരു ഷിഷ് ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ചിക്കനും ഷിഷിൽ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷിഷ് കബാബ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു ടർക്കിഷ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.